ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി സമയവും കൂടാതെ കുറച്ച് പൈസയും സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണ് ആ വെറൈറ്റി ടിപ്സുകളെന്ന് നോക്കാം. ആദ്യം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് പഞ്ചസാര. അപ്പോൾ ഇതുപോലെ പഞ്ചസാര നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിലുണ്ടാകുന്ന മെയിനായിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കടന്നു കഴിഞ്ഞാൽ പഞ്ചസാര, ഉപ്പ് തുടങ്ങിയ ഐറ്റംസ് ഈർപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ പഞ്ചസാരയിൽ മെയിനായിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ ടിപ്പുണ്ട്. അത് ചെയ്യുന്നതിന് 2 തീപ്പെട്ടിക്കൊള്ളി മാത്രം മതി. അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മരുന്നിൻ്റെ ഒരു പോർഷൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ 2 കമ്പ് ഇതിലോട്ട് ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര കട്ടി പിടിക്കുന്നതും ഈർപ്പം ഉണ്ടാവുന്നത് തടയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഗോതമ്പ് മാവ്, അരിപ്പൊടി അല്ലെങ്കിൽ റവ തുടങ്ങിയ ഐറ്റംസ്. അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കും. പ്രത്യേകിച്ചിട്ട് ഈ ഗോതമ്പ് പൊടി പെട്ടെന്ന് ചീത്തയാവുന്നതാണ്. നല്ല രീതിയിൽ ബാഡ് സ്മെൽ ഉണ്ടാവും. അതിനെ അപേക്ഷിച്ചിട്ട് റവ, അരിപ്പൊടിക്കെല്ലാം കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് എല്ലാവർക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് മാവ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം ഇനി എത്ര കിലോ ഗോതമ്പ് മാവ് സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ആ ബാഡ് സ്മെൽ ഇല്ലാതെയും പൂപ്പൽ വരാതെയും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്, പൊടിയുപ്പ്. അപ്പോൾ ഇതുപോലെ ഉപ്പ് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിയിൽ എല്ലാ ഭാഗത്തോട്ടാവുന്ന വിധത്തിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കുക. എത്ര കാലം ഉപയോഗിച്ചാലും ഗോതമ്പ് പൊടിയിൽ നിന്നും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. കൂടാതെ കട്ടി പിടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഏത് പൊടികളിലും ഉപയോഗിക്കാവുന്നതാണ്. മസാലപ്പൊടിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന പൊടികൾ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത സൂപ്പർ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ എല്ലാ ടിപ്സും നമ്മുടെ മാസ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ടിപ്പുകളാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ഒരു ഫുഡ് ഐറ്റംസും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഏത് തരം എണ്ണ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് വെളിച്ചെണ്ണ കുറച്ച് കാലം നമ്മൾ എത്ര നല്ല ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാലും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ചിക്ക് മണം വരും. അത് ഉപയോഗിച്ച് നമ്മൾ ഏത് കറി വെച്ച് കഴിഞ്ഞാലും ആ കറിക്ക് അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ വെളിച്ചെണ്ണ കംപ്ലൈൻറ്റ് കൂടാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. വാഴയില 2 രീതിയിൽ നമ്മൾ ആളുകൾ ചെയ്യാറുണ്ട്. ഒന്ന്, കുരുമുളക് ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് നമ്മൾ പാത്രത്തിലോട്ട് ആക്കി വെക്കുന്ന സമയത്ത് ഇട്ട് വെക്കാറുണ്ട്. യാതൊരു ചിലവില്ലാത്തൊരു സിമ്പിൾ ടിപ്പ്. കുരുമുളകിൻ്റെ ആ ഒരു എഫക്റ്റോടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചെറിയൊരു കഷ്ണം വാഴയില ഇതുപോലെ ആ വെളിച്ചെണ്ണയുടെ അകത്തോട്ട് ഇട്ട് വെക്കാം. ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോ വെളിച്ചെണ്ണ വേണമെങ്കിലും വീട്ടിൽ സൂക്ഷിക്കാം. മറ്റുള്ള ടിപ്സുകൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഴ ടിപ്സ് നോക്കുക. നല്ല യൂസ്ഫുള്ളായ ടിപ്പാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇനി അടുത്ത ഒരു സിമ്പിളായ ടിപ്പാണ്. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഇത് വറ്റൽമുളകാണ്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്ന അത്ര ഉപയോഗിക്കാറില്ലെങ്കിലും പല ആവശ്യങ്ങൾക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുപോലെ വറ്റൽമുളക് എന്ന് പറയുന്നത്. അപ്പോൾ വറ്റൽമുളക് നമ്മൾ കുറച്ചധികം വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതാണ്. പൊതുവെ പെട്ടെന്ന് പൂപ്പൽ മണം വരുന്ന ഒരു ഐറ്റമാണ്. രണ്ടാമത്, സൂക്ഷിക്കുന്ന സമയത്ത് എയർ കിടക്കാത്ത പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ കെട്ടിവെക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. മഴക്കാലത്ത് അല്ല അതുപോലെ തണുപ്പ് കാലത്തൊക്കെയാണ് ഇതിന് പെട്ടെന്ന് ചീത്തയാവാനുള്ള ഒരു സാധ്യത കൂടുതൽ. അപ്പോൾ ഉണക്കി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. നമുക്കതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കായമാണ്. നമ്മുടെ വീട്ടിൽ സാമ്പാറും രസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. നിങ്ങൾ സാധാ സൂക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം കായം ഇതുപോലെ ഇട്ട് വെക്കുന്ന ആ പാത്രത്തിനകത്തോട്ട് ഇട്ട് വെക്കുക. കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ കൂടാതെ നല്ല ക്രിസ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം ഇതുപോലുള്ള പാത്രത്തിലാക്കിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലർക്കും അറിയാത്ത ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും ഇനി മുതൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഒരേ ചെറിയൊരു കഷ്ണം കായം മാത്രം മതി. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എയർ കിടക്കാത്ത രീതിയിൽ വേണം ടൈറ്റ് ചെയ്യണമെങ്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വർഷങ്ങൾ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു കുഞ്ഞു ടിപ്പും കൂടി പറഞ്ഞു തരാം. ഫ്രിഡ്ജിൽ നമ്മൾ പല ഐറ്റം സൂക്ഷിക്കാറുണ്ട്. വെജിറ്റേറിയൻ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിലും ഇതുപോലെ പല തൈര്, പാല് തുടങ്ങിയ ഒട്ടുമിക്ക സാധനങ്ങളും സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ സാധനങ്ങളും ഒരു മിക്സ് ആയിട്ടുള്ളൊരു മണം വരും. അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ പല ഐഡിയകളും ചെയ്യാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നോൺ വെജ് സൂക്ഷിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റമാണ്. കൂടാതെ നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ചായപ്പൊടി. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി നമ്മളൊരു പാത്രത്തിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ വയ്ക്കുന്ന ആ ഒരു പോർഷൻ്റെ താഴെയായിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ എന്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഏത് തരം കറികൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പച്ചക്കറിയോ പാലോ തൈരോ എന്ത് സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ചായപ്പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പലരും വിനീഗറൊക്കെ വെച്ച് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ വിനീഗർ വെക്കുകയാണെങ്കിൽ ആ വിനീഗറിൻ്റെ സ്മെല്ല് ഫ്രിഡ്ജിനകത്ത് നിന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ചായപ്പൊടി 1 സ്പൂൺ ചായപ്പൊടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പ്, അപ്പോൾ സൗത്ത് ഇന്ത്യക്കാർക്ക് പൊതുവെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കത് എന്തെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ വെറൈറ്റി കഴിച്ചാലും ചോറ് ഒരു നേരം പോലും ചോറ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏത് തരം അരികളാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ നല്ല സോർട്ടെക്സ് റൈസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഏത് തരം അരികളാണെങ്കിലും നമ്മൾ കുറച്ച് കാലം വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മെയിനായിട്ടൊരു പ്രശ്നമാണ് പ്രാണികളുടെ ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണികൾ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തവണ അരി കഴുകേണ്ടി വരും. അപ്പോൾ അത്രയും വെള്ളം നഷ്ടമാണ്, അത്രയും സമയം നഷ്ടമാണ്. നിങ്ങൾക്ക് അരികളിൽ പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടൊരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത്. പ്രാണിയുടെ ശല്യം മാത്രമല്ല, അരിയിലുണ്ടാകുന്ന പൂപ്പൽ മണമാണെങ്കിലും ഒഴിവാക്കാൻ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി. നമുക്ക് 1-2 അല്ലി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഏത് പാത്രത്തിലാണോ, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അരി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ നിങ്ങൾ ഇതുപോലെ 1-2 അല്ലി വെളുത്തുള്ളി ഇട്ട് വയ്ക്കാം. വെളുത്തുള്ളിയുടെ തോലും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അരികളിലാണെങ്കിലും പ്രാണി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ പ്രാണി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അരി ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബാഡ് സ്മെല്ല് വരില്ല, പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല, പൂപ്പലുണ്ടാവില്ല. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഈ ഒരൊറ്റ ടിപ്പ് കൊണ്ട്. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് വാങ്ങുന്ന അരി എത്ര ഫ്രഷാണ് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അത് ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അരികളായിരിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ടിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.